നമസ്കാരം. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ ഇടത് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ആക്രമണം. പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ കുപ്രസിദ്ധ ക്രിമിനലുകൾ വരെ മമ്മൂട്ടിയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് വിനയമില്ലെന്നും പ്രായമായിട്ടും ബഹുമാനിക്കാൻ പഠിക്കാത്ത അഹങ്കാരിയാണെന്നാണ് സൈബർ സഖാക്കളുടെ പരിഹാസം. താരത്തെ അപ്ഡേറ്റഡ് സുരേഷ് ഗോപി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പോസ്റ്റുകളും ഇടത് പ്രൊഫൈലുകളിൽ വ്യാപകമാണ്. കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകളിൽ ഒരാളായ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവർ മമ്മൂട്ടിക്കെതിരെ രംഗത്തെത്തിയത് വലിയ ചർച്ചയാകുന്നു. CPM ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞ വ്യക്തികൾ പോലും ഇപ്പോൾ പാർട്ടിക്കാരനായി ചമഞ്ഞ് മമ്മൂട്ടിയെ വിചാരണ ചെയ്യുകയാണ്. ഒരു വിവാദത്തിലും പെടാതെ തൻ്റെ തൊഴിലുമായി മുന്നോട്ടു പോകുന്ന അഭിനയ പ്രതിഭയെ തികച്ചും സ്വാഭാവികമായ ഒരു പ്രതികരണത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നത് സൈബർ സഖാക്കളുടെ അസഹിഷ്ണുതയാണെന്ന് നിരീക്ഷകർ പറയുന്നു. അർജുൻ ആയങ്കിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കാര്യം കൈരളിയുടെ അംബാസിഡറും ഇടതുപക്ഷാനുഭാവിയും ഒക്കെ തന്നെയാണെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോൾ ഒരു കലാകാരന് ഉണ്ടാവേണ്ടുന്ന വിനയവും ബഹുമാനവും ഒന്നും ഈ പ്രായത്തിലും സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു അഹങ്കാരിയാണ് മമ്മൂട്ടി. എവിടെ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന ബോധമില്ലാത്ത ഒരു അപ്ഡേറ്റഡ് സുരേഷ് ഗോപി. ഇങ്ങനെയാണ് ആയങ്കിയുടെ പോസ്റ്റ്. മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി. സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. ആകാശ് തില്ലങ്കേരിയുടെ അടുത്ത അനുയായി, TP വധക്കേസ് പ്രതികളുടെ അടുത്ത കൂട്ടുകാരൻ. അത്തരമൊരു വ്യക്തിയാണ് മമ്മൂട്ടിയെ ഉപദേശിക്കുന്നത്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവും മയക്കുമരുന്ന് മാഫിയയുമെല്ലാം കേരളത്തെ നടുക്കുന്നതാണ്. ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അർജുൻ എന്ന് വ്യക്തമാണ്. അഭിനയത്തിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച അതുല്യ കലാകാരനെ ആയങ്കിയും ഉപദേശിക്കുന്നുവെന്നതാണ് വിരോധാഭാസം. ശനിയാഴ്ച സന്ദർശനത്തിനുടനീളം ജില്ലാ സെക്രട്ടറി ഒപ്പം നടന്നപ്പോഴാണ് മമ്മൂട്ടി അതൃപ്തി തുറന്നു പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കും. മാറി നിന്നാൽ മതി എന്ന് മമ്മൂട്ടി നേരിട്ട് പറയുകയായിരുന്നു. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി തൻ്റെ സന്ദർശനത്തെ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ ഒഴിവാക്കാനാണ് താരം ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നാണ് സൂചന. പ്രതികരണത്തിൻ്റെ വീഡിയോ ശനിയാഴ്ച വൈകിട്ടോടെ വൈറലായതിനെ തുടർന്ന് CPM അനുഭാവികൾ റഫീഖിനോട് അനുഭാവം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ മമ്മൂട്ടിക്കെതിരായി പോസ്റ്റുകളിട്ടു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി P. റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ ഇടത് സൈബർ ഹാൻഡിലുകളിൽ പ്രതിഷേധം കനക്കുകയാണ്. മമ്മൂട്ടി എപ്പോഴും കൂടെ കൂട്ടുന്ന സുഹൃത്തുക്കളായ രമേശ് പിഷാരടിയും ആൻഡോ ജോസഫും അടിമുടി കോൺഗ്രസുകാരാണെന്നും അവരെ ഒപ്പം കൊണ്ട് നടക്കുന്ന മമ്മൂട്ടിക്ക് ദുരന്തമുഖത്ത് രാപ്പകൽ പണിയെടുത്ത ഒരു സഖാവിനെ കൂടെ നിർത്തുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്നാണ് സൈബർ ഇടങ്ങളിലെ പ്രധാന ചോദ്യം. ഇതോടെ CPM നിയന്ത്രണത്തിലുള്ള കൈരളി ചാനൽ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് സ്വന്തം പാർട്ടി അനുഭാവികളിൽ നിന്ന് തന്നെ കടുത്ത ആക്രമണം നേരിടേണ്ടി വരുന്ന അപൂർവ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്.